പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം രണ്ടാം സ്ഥാനം എടുക്കാത്ത കർത്താവ്. കർത്താവിനെ മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും മുഴുവൻ ശക്തിയോടും കൂടെ സ്നേഹിച്ചാൽ ആ കുടുംബത്തിന് ദൈവവചനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ് വലിയ അഭിവൃദ്ധി, വലിയ അഭിഷേകം, ദൈവത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ദൈവത്തിൻ്റെ സഹവാസം, ഒരുപാട് നന്മകൾ കൊണ്ട് ദൈവം ആ ഭവനത്തെ മുടിചൂടിക്കുന്നു. ദൈവത്തിനെ മുഴുവൻ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതിൻ്റെ നന്മ അറിയാത്തതിൻ്റെ ഒരുപാട് തകർച്ചകൾ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ഇന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. അതിനു മുമ്പ് ഒരു സാക്ഷ്യം കേട്ട് അല്പം ഒന്ന് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ബിനോജ്, ഭാര്യയുടെ പേര് ബീന. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. വിവാഹത്തിന് ശേഷം 13 വർഷമായിട്ട് മക്കളില്ല. അപ്പം ഇവിടെ വന്ന് ധ്യാനം കൂടുകയും ആത്മീയ ചെയ്തായിരുന്നു. 5 വർഷമായിട്ട് ഞങ്ങൾക്ക് മരുന്നോ ചികിത്സ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞായറാഴ്ച ആദർശമായി ഞങ്ങളൊരു വീട്ടിൽ സംഘം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ അടുത്ത പള്ളിയിലെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, അഭിഷേകം സാലോൺ ടി വി ഓൺ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതിനകത്ത് ഒരു അഭിഷേകാഗ്നി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇടയ്ക്ക് കാണുന്നുണ്ട്, അന്ന് മാത്രം കണ്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നൊരു സാക്ഷി ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ആ സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ അന്നേരം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു, എനിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ വന്ന് സാക്ഷ്യം പറയുമായിരുന്നെന്ന്. എന്തായാലും ആ പിറ്റേ മാസം തന്നെ ഭാര്യ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. പിറ്റേ മാസം ഓക്കെ.
ടെലിവിഷനിൽ അഭിഷേകത്തിന് കണ്ട് വിശ്വാസത്തോടെ യേശുവേ എനിക്ക് ഇന്നെ എങ്ങനെ അനുഗ്രഹിച്ച ഞാനും ഇതുപോലെ കുട്ടിയുമായിട്ട് വന്ന് സാക്ഷി പറയാന്ന്. നമുക്ക് അതാണ് ഓരോ സാക്ഷ്യത്തിൻ്റെ വില. 2014 ഏപ്രിൽ മാസം 4-ാം തീയതി ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. കർത്താവ് സുഖപ്രസവം നൽകി ആരോഗ്യത്തോടൊരു കുട്ടിയെ കൊടുത്ത് കർത്താവ് അവളെ അനുഗ്രഹിച്ചു. 14 വർഷമായിട്ട് ഞാൻ അവിടുത്തെ പള്ളിയിലെ ദേവാലയ ശുശ്രൂഷയും കൂടിയാണ്. പ്രൈസ് കർത്താവ് അനുഗ്രഹിച്ചു കേട്ടോ. എന്തായാലും ദൈവത്തിന് വലിയ സ്നേഹമായി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതൊക്കെ തക്ക സമയത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ആത്മീയ ശുശ്രൂഷകൾ പങ്കെടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൂടെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിച്ച് കർത്താവിൻ്റെ കരബലം വെളിപ്പെട്ട് ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് ഇതുപോലെ ഇവിടെ സംഭവിക്കും. 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൈ ശക്തിയോടൊന്ന് കൈയടിച്ചേ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ജനതകൾ കണ്ടിടട്ടെ. ജനതകൾ കണ്ടിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ചാടി എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ച് അഭിഷേകം കൊണ്ട് നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം. 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഓൾ ചിൽഡ്രൻ പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. Now let us worship, let us praise our God. Now it is a time of worship. Hallelujah, 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 Hallelujah. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Hallelujah, Hallelujah, Hallelujah. Glory, 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 glory. Oh Heavenly Father, oh Abba Father, we worship you, we worship you, we praise you, we praise you. കൊടുങ്കാറ്റടിക്കും Glory, glory. ആരവത്തോടെ Fire, fire. അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ കൈകളടിച്ച്. അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. ഭൂമിയിളകും അഭിഷേക ശക്തിയ, ഭൂമിയിളകും അഭിഷേക ശക്തിയ. ൂഹായേ വേഗം ആഗതമാകണമേ. പരിശുദ്ധാത്മാവേ, ൂഹായേ വേഗം ആഗതമാകണമേ. പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ. ഇന്ന് അഭിഷേക തീക്കാറ്റ് വീശട്ടെ. പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ. ഇന്ന് അഭിഷേക തീക്കാറ്റ് വീശട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകം നീയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകം നീയാൽ പൂരിതരാകട്ടെ. എല്ലാ ദൈവമക്കളും ഇടത്തോട്ടും വലത്തോട്ടും കൈകളടിച്ച് വലിയ ഹൃദയത്തുറവിയോടെ ആരാധിക്കുക. പരിശുദ്ധാത്മാവേ, ജനതകളിൽ പ്രകാശം വീശുന്ന ആത്മാവേ, വലിയ വെളിച്ചത്തിന്റെ ആത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിയിടുക. വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിയിടുക. ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിയിടുക. വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിയിടുക. ദൈവശക്തിയാൽ വരങ്ങളും ദൈവ സ്വഭാവമാ ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. പുതിയൊരു പെന്തക്കോസ്ത
ദിനമാകട്ടെ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് അഭിഷേകത്തീക്കാൽ ഞാഞ്ഞു വീശട്ടെ. Holy fire. പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ. ഇന്ന് അഭിഷേകത്തീക്കാൽ ഞാഞ്ഞു വീശട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകം നീയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകം നീയാൽ പൂരിതരാകട്ടെ. അഭിഷേകം നീയാൽ പൂരിതരാകട്ടെ. അഭിഷേകം നീയാൽ പൂരിതരാകട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Please be seated. എല്ലാ ദൈവമക്കളും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവമായ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ തിരുലിഖിതം, 1 John chapter 2 verse 15, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഇതിൻ്റെ അർത്ഥം? ലോകത്തെ സ്നേഹിക്കരുത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇതിനെക്കുറിച്ച് വിവിധ വിധത്തിൽ ഓരോരുത്തരോട് ആലോചന ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ പലരുടെയും ദൈവാത്മാ പ്രചോദിതമായ ആ ഉൾക്കാഴ്ചകൾ ലഭിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ കർത്താവ് 2-ാം സ്ഥാനം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. To love God means make God the center of your heart. Give Christ the center of your heart. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ആ കേന്ദ്ര സ്ഥാനത്ത് നിന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന സിംഹാസനം, ഹൃദയത്തിൻ്റെ സിംഹാസനം ദൈവത്തിന് കൊടുക്കുക. ഹൃദയത്തിൻ്റെ സിംഹാസനം യേശുവിന് കൊടുക്കുക. ഹൃദയത്തിൻ്റെ ഏറ്റവും കേന്ദ്രഭാഗം ദൈവത്തിന് കൊടുക്കുക. ആ സ്ഥാനം യേശു ക്രിസ്തുവിനും കൊടുക്കാതെ, if you shift Christ from the center of your heart, if you shift God from the center of your heart, നിന്റെ ഹൃദയത്തിൻ്റെ പ്രധാന ഇരിപ്പിടത്തിൽ നിന്ന് നീ ദൈവത്തെ മാറ്റിയാൽ, യേശുവിനെ മാറ്റിയാൽ, അന്ന് മുതൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. To love God means to make God the center of your heart. എന്നാൽ ഇന്ന് നാം ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രഭാഗത്ത് sometime there may be human beings, our friends, our relatives,
പാരൻസ്, അവർ ചിൽഡ്രൻ. പലരുടെയും ഹൃദയത്തിൻ്റെ കേന്ദ്രഭാഗത്ത് ഇരിക്കുന്നത് മനുഷ്യരാണ്, ഹ്യൂമൻ ബീയിങ്സ്. മറ്റു ചിലരുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രഭാഗത്ത് ഇരിക്കുന്നത് മണി, പണം. ഓൾവേസ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പണത്തെക്കുറിച്ച്, ബിസിനസ്സിനെ കുറിച്ച്, എസ്റ്റേറ്റിനെ കുറിച്ച്, പലിശയെക്കുറിച്ച്, ഷെയർ മാർക്കറ്റിനെ കുറിച്ച്. ഓൾവേസ് അവർ ഹാർട്ട് ഈസ് ഫുൾ. മറ്റു ചിലരുടെ ഹൃദയത്തിലിരിക്കുന്നത് സെൻഷ്വൽ പ്ലഷേഴ്സ്, ശരീരത്തിലെ സുഖങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ. മദ്യപിക്കണം, പുകവലി എടുക്കണം, ലഹരി എടുക്കണം, ഡ്രഗ്സ് ഉപയോഗിക്കണം, സിനിമ കാണണം, കണ്ണിന് ഇമ്പകരമായത്, കാതിന് ഇമ്പകരമായത്, നാവിന് ഇമ്പകരമായത്, ശരീരത്തിന് സുഖം, ഇന്ദ്രിയ സുഖങ്ങൾ, വിഷയസുഖങ്ങൾ. അതാണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നത്. For many others, sometime maybe our institutions, maybe our prestige, our ego, our pride, many things. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രഭാഗത്ത് നാം യേശുക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രം, ഹൃദയം യേശുവിന് കൊടുക്കണം. If we give the prime place for human beings. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 4, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇന്ന് നമ്മൾ പള്ളിയിൽ പോവുകയാണെങ്കിലും ധ്യാനം കൂടുകയാണെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും ആദ്യം നോക്കുന്നത് മറ്റുള്ളവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അവരെന്താണ് പറയുന്നത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പീനിയൻ നോക്കും, നമ്മൾ പാരൻസിന് പലരെ നോക്കി അവരിവരും പറയുന്നത് പോലെയും അവരിവരും ജീവിക്കുന്നത് പോലെയും ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്നും വേണ്ട. നിങ്ങളുടെ വസ്ത്രധാരണ രീതി തന്നെ ആരെ ആശ്രയിച്ചാണ്? ദൈവവചനത്തെ ആശ്രയിച്ചാണോ? ലോകത്തിൽ അവരിവരും ധരിക്കുന്ന വസ്ത്രങ്ങളുടെ മോഡൽ അനുസരിച്ചാണോ? നിങ്ങളുടെ വസ്ത്രധാരണ രീതി, നിങ്ങളുടെ പ്രയോറിറ്റീസ്, നിങ്ങളുടെ ഹെയർ കട്ടിൻ്റെ രീതി ദൈവത്തെ പ്രീതിപ്പെടുത്താനാണോ? അതോ അവരിവരും ഹ്യൂമൻ ബീയിങ്സ് മറ്റ് പലരുടെ രീതി അനുസരിച്ചാണോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം നമ്മുടെ ചുറ്റിനും ചിന്തിച്ച് നോക്കിയാൽ കാണുന്നൊരു കാര്യം ഇതാണ്. ദൈവമല്ല, മനുഷ്യരാണ് നമ്മുടെ ഹൃദയത്തിൽ 1-ാം സ്ഥാനത്ത് ഇരിക്കുന്നത്. ജെറമ്യ പ്രവചനത്തിൽ 17-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. മരുഭൂമിയിലെ കുറ്റിച്ചെടി. ഇന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, എൻ്റെ തകർച്ചയുടെ കാരണം എന്തുകൊണ്ട് ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല? Why I do not prosper? Why I do not become a success? എനിക്ക് പ്രാർത്ഥനയിൽ വളരാൻ പറ്റുന്നില്ല, എൻ്റെ സാമ്പത്തിക മേഖലയിൽ എനിക്ക് അഭിവൃദ്ധിയില്ല, എൻ്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനമില്ല. എന്തുകൊണ്ട് ഞാൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ? Because you trust in mere mortals. നിന്റെ വസ്ത്രധാരണത്തിനും നിന്റെ ഒരു അഭിപ്രായം രൂപപ്പെടുത്തുന്നതിനും നിന്റെ ജീവിതം രൂപപ്പെടുത്തുന്നതിനും നിന്റെ ആത്മീയത രൂപപ്പെടുത്തുന്നതിനും നീ ദൈവത്തെ അല്ല നിന്റെ ഹൃദയത്തിൽ 1-ാം സ്ഥാനത്ത് വെച്ച് ദൈവം എന്നിൽ എന്താ ആഗ്രഹിക്കുന്നു വിചാരിച്ചല്ല, ദൈവത്തോട് ചോദിച്ചിട്ടും ദൈവത്തെ വിചാരിച്ചിട്ടും അല്ല ഓരോന്നും നീ രൂപപ്പെടുത്തുന്നതും നീ ചിന്തിക്കുന്നതും നീ തീരുമാനമെടുക്കുന്നതും. യു ട്രസ്റ്റ് മിയർ മോർട്ടൽസ്. നീ മനുഷ്യനെ അവലംബിക്കുന്നു, നീ മനുഷ്യൻ്റെ ശരീരശക്തി അവലംബിക്കുന്നു, അവൻ്റെ അധികാരത്തെ നീ അവലംബിക്കുന്നു. The center of your heart. You shifted God from the center of your heart. God is there. But in the first rank, you have placed world. You have placed human beings in the center of your heart. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്.
അവന് ഋതുഭേദമില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. ഇന്ന് ഒരുപാട് വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മരവിച്ച അവസ്ഥയ്ക്ക് കാരണം, സാമ്പത്തികമായ മാന്ദ്യത്തിന് കാരണം, ഉയർച്ചയില്ലായ്മയ്ക്ക് കാരണം, സമാധാനമില്ലായ്മയ്ക്ക് കാരണം, ഹൃദയത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് നിന്ന് ദൈവത്തെ മാറ്റി യു പ്ലേസ്ഡ്, യു അഡോൺഡ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദ സെന്റർ ഓഫ് യുവർ ഹാർട്ട്. ഒരു വ്യക്തി ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചാലോ, ദൈവവചനം പഠിപ്പിക്കുകയാണ് 7-8 വാക്യങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുനീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് എന്തുകൊണ്ട് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ സാഹചര്യം അനുസരിച്ച്, ദൈവം നമ്മൾ നിക്ഷേപിച്ചനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് വി ആർ നോട്ട് ബെയറിംഗ് ഫ്രൂട്ട്സ്? കാരണം ഹൃദയത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് ഇസ് നോട്ട് ഗാഡ്. Then you are not able to bear fruit. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും ഫലം ചൂടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം യെശയ്യാ 2:22 നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കരുത്, അവനൊരു ശ്വാസം മാത്രം, അവൻ എന്ത് വിലയുണ്ട്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-37 യേശു പറഞ്ഞു, എന്നേക്കാൾ അധികം മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രന്മാരെയോ പുത്രിമാരെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം, if you shift the center of your heart, if you shift God from the center of your heart, then പിതാവിൻ്റെ സ്നേഹം അവന് ഉണ്ടായിരിക്കില്ല. നമുക്ക് ഈ സമയം എഴുന്നേറ്റ്, let us please stand up. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ ചിന്തിക്കുക. വാട്ട് ഈസ് ദെയർ ഇൻ ദ സെൻറ്റർ ഓഫ് അവർ ഹാർട്ട്? നമ്മുടെ ഹൃദയത്തിൽ ദൈവമാണോ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത്? യെസ്, ദെർ ഈസ് ഗോഡ്, ദൈവമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കുന്നതോ, വല്ലപ്പോഴും ഒന്ന് ഓർക്കുന്നതോ, വല്ലപ്പോഴും ഒന്ന് പള്ളിയിൽ പോകുന്നതാണോ ദൈവത്തിൻ്റെ സ്ഥാനം? then you are not a genuine believer. നീ ഒരു യഥാർത്ഥ ദൈവ പൈതലായിട്ടില്ല. യു ആർ വേൾഡ്ലി ക്രിസ്ത്യൻ. ആർ യു വേൾഡ്ലി? 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ദൈവമേ, ഈ രാത്രി ഈ നിമിഷം എന്നെ സഹായിക്കണമേ, ഒരു ജെന്യുവൻ ബിലീവറാകാൻ, ഒരു യഥാർത്ഥ ദൈവ പൈതലാകാൻ. എൻ്റെ ഹൃദയത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് എൻ്റെ കർത്താവിനെ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ രോഗികൾ ഹൃദയം നുറുങ്ങി കരഞ്ഞ് നിലവിളിക്കണം. കുട്ടികൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവേ അങ്ങയുടെ നിത്യജീവൻ്റെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പലതരത്തിലുള്ള തകർച്ചയിലും വിഷമത്തിരിക്കുന്നവർ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനായി കരയുക.
രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കുക, ഈശോയിലേക്ക് നോക്കുക, ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, രണ്ട് കരങ്ങൾ ഉയർത്തി ഹൃദയം തുറങ്ങി ഉച്ചത്തിൽ നിലവിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ക്ഷീണങ്ങൾ വിട്ടുപോകട്ടെ, രോഗം കെട്ടുകൾ അഴിയട്ടെ. വിദ്യാർത്ഥികളുടെ മേലുള്ള എല്ലാ അന്ധകാര ബന്ധനങ്ങളും ഇപ്പോൾ ഛിന്നഭിന്നമാകട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്തുതിയും പുകഴ്ചയും. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ.